ഹായ്, ഇറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ലോഗിലോട്ട് സ്വാഗതം. ഈ ബോഡി ബിൽഡ് ചെയ്യുന്നവരോട്, അതായത് പുരുഷനോ സ്ത്രീയോ ആവട്ടെ, എനിക്ക് അവരോട് നല്ല റെസ്പെക്റ്റാണ് തോന്നാറ്. കാരണം എന്താണെന്നറിയാമോ, അവർ എന്തോരം ഫിസിക്കൽ എക്സസൈസും ഫുഡും ഒക്കെ എന്തോരം കൺട്രോൾ ചെയ്തിട്ടാണ് അത്രയും മസിൽസ് ഉണ്ടാക്കണേന്ന് അറിയാമോ. ശരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡ് വർക്കും അത്രയും ഡെഡിക്കേഷനും വേണം. അതും ഒന്നും രണ്ടും മാസം കൊണ്ടൊന്നും അല്ല അവർ ആ ബോഡി ബിൽഡ് ചെയ്യുന്നത്. ചിലപ്പോൾ വർഷങ്ങളോളം വേണ്ട എന്താ പറയുക ശ്രമം കൊണ്ടൊക്കെ ആയിരിക്കും അവർ ആ ബോഡി ബിൽഡ് ചെയ്യുന്നത്. അത്രയും ഡെഡിക്കേഷൻ വേണം, എന്നാൽ മാത്രമേ അങ്ങനെ ഒരു നല്ല സ്ട്രോങ് ബോഡി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ പല കേസുകളിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ബോഡി ബിൽഡ് ചെയ്യുന്ന പുരുഷന്മാരാണ് കൂടുതലും. സ്ത്രീകൾ അങ്ങനെ ആ രംഗത്തേക്ക് വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. ഇല്ലയെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കേരളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ പുരുഷന്മാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും എന്താ പറയുക വീട്ടിൽ നിന്ന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ടി വരും. കുക്കിങ്ങിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും എല്ലാവർക്കും അങ്ങനെ ആണുങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പോൾ നിങ്ങളൊരു ബോഡി ബിൽഡിംഗ് ഡയറ്റൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ചിക്കനൊക്കെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യണം. കുറേ ചിക്കനും എന്താ പറയുക കോംപ്ലക്സ് കാർബ്സ് ആയിട്ട് സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ ബ്രൗൺ റൈസ്, പിന്നെ കുറേ വെജിറ്റബിൾസ് അങ്ങനത്തെയൊക്കെ, അല്ലെങ്കിൽ കുറേ മുട്ട, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണല്ലോ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ കുക്ക് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഒരു ബാച്ച് കുക്കിംഗ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഞാൻ സൺഡേ അടുത്ത 3 ദിവസത്തേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഉണ്ടാക്കി വയ്ക്കും. അതിപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ദോശമാവ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ മാവ് 3 ദിവസത്തേക്കുള്ളത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. ആ മാവ് കൊണ്ട് തന്നെ എന്താ പറയുക ഇഡ്ഡലിയും ദോശയും മാറി മാറി വയ്ക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ അല്ലെങ്കിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതൊരു 3 ദിവസത്തേക്കുള്ളത് ഞാൻ സൺഡേ ഈവനിങ് ആകുമ്പോഴത്തേക്കും കുക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ ബോഡി ബിൽഡ് ചെയ്യാൻ പോകുന്നവർക്കും ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വീക്ക്ലി കുക്കിംഗ് ആണ്. അതായത് ഞാൻ അടുത്ത 3 ദിവസത്തേക്കുള്ള ഫുഡാണ് ഇവിടേക്ക് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ശ്രമിക്കുന്നത് ലീൻ മസിൽ മാസ് ബിൽഡ് ചെയ്യാനാണ്. അതായത് ബൾക്കി ലുക്കല്ല, നിങ്ങൾക്ക് അറിയായിരിക്കും, ബോഡി ബിൽഡ് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും, എനിക്കൊരു ലീൻ മസിൽ മാസ് വേണമെന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബോഡി ഫാറ്റും കുറയ്ക്കണം. അപ്പം ഞാൻ അധികം കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കൂടുതലും പ്രോട്ടീൻ ഫോക്കസ്ഡ് ആയിട്ട് കുറേ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മീൽ പ്രിപ്പറേഷനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ജിമ്മന്മാർക്ക് അറിയാലോ അവർ എത്രത്തോളം പ്രോട്ടീൻ കഴിക്കണം, എത്രത്തോളം വെജിറ്റബിൾസും. നിങ്ങളിതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഐഡിയ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ വെച്ച് തന്നെ നിങ്ങളുടെ മീൽ പ്രിപ്പും ഈസി ആയിട്ട് ഉണ്ടാക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ഒരു 2 മണിക്കൂറത്തെ പരിപാടി മതി ഈ എന്താ പറയുക അടുത്ത 3 ദിവസത്തേക്കുള്ള കുക്കിംഗ് ചെയ്ത് തീർക്കാൻ വേണ്ടി. നിങ്ങൾക്കും അപ്പോൾ ഇതുപോലെ തന്നെ എളുപ്പമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇതിൽ കൂടുതൽ എന്താ പറയുക അവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ അവനിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിലും വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ അവൻ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് നമ്മുടെ മീൽ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. നമ്മുടെ മീൽ പ്രിപ്പിന് വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മഫിനാണ്. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 4 എഗ് വൈറ്റും 2 ഫുള്ളായിട്ടുള്ള എഗ്ഗും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഒപ്പം വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു 2 കപ്പോളം മഷ്റൂം ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ബ്രോക്കോളിയുടെ തണ്ട് ആ സ്റ്റെമ്മ് ചെറുതായിട്ട് അരിഞ്ഞതും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് വെച്ച് എഗ് മഫിനും ഉണ്ടാക്കും. പിന്നെ നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒരു മൾട്ടിഗ്രെയിൻ ടോസ്റ്റാണ്, ഒരെണ്ണം. അതിപ്പോൾ നിങ്ങൾ എത്രയാണോ കഴിക്കേണ്ടത് നിങ്ങളുടെ ഗോൾ അനുസരിച്ച് അത് 1 2 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റാം. ഇനി ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കും പ്രോട്ടീനായിട്ട് നമ്മൾ കഴിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇത് 1.5 കിലോ ഒരു ചിക്കൻ ബ്രസ്റ്റ് ഫില്ലറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ഹാഫ് ലെമൺ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വച്ചേക്കുന്നതാണ്. ഈ ചിക്കൻ ബ്രസ്റ്റ് അത്യാവശ്യം എന്താ പറയുക ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനമാണ്. കാരണം അതിലധികം ഫാറ്റ് ഒന്നും ഇല്ലല്ലോ, അധികം നല്ല ഒട്ടും തന്നെ ഫാറ്റ് ഇല്ല. അതുകൊണ്ട് എന്താ പറയുക അതിങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ സ്പൈസസ് ഒക്കെ ചേർത്ത് ഒരു 1 മണിക്കൂറോളൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി കൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി ഉച്ചത്തേക്ക് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കഴിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. നിങ്ങൾക്കിപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ റൈസ് എടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ബേക്ക് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കും വേണ്ട വെജിറ്റബിൾസ്. ഉച്ചത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രോക്കോളി, ഒരു മീഡിയം ബ്രോക്കോളി ചെറുതായിട്ട് വരുന്നത്, പിന്നെ കുറേ ബീൻസ്, അതൊന്ന് അതിൻ്റെ 2 സൈഡും ഒടിച്ച് കളഞ്ഞിട്ട് എടുത്തേക്കുന്നതാണ്. ഇനി രാത്രിയിലേക്ക് വെജിറ്റബിളായിട്ട് എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ ചുമ്മാ അടുപ്പത്ത് വെച്ച് വേവിക്കുന്നേ ഉള്ളൂ. ഞാൻ രാത്രി കാർബൊന്നും കഴിക്കുന്നില്ല, കാരണം ഞാൻ ഫാറ്റ് ലോസിനാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രൗൺ റൈസോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം. പിന്നെ നമുക്ക് വേണ്ട എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഒലിവ് ഓയിൽ, കുറച്ച് മഞ്ഞപ്പൊടിയും ഇഞ്ചിയും കുറച്ച് മുളക് പൊടിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം.
ഞാൻ നേരത്തെ പറഞ്ഞോണം നമ്മൾ മിക്ക സാധനങ്ങളും ഇതിൽ ബേക്കിംഗ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, പെട്ടെന്ന് പണി കഴിയും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീൻസും ബ്രോക്കോളിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വെളുത്തുള്ളിയുടെയും മുളക് പൊടിയുടെയും പേസ്റ്റ്. ഇത് നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഇത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളാണ് ചേർക്കുന്നത്. ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ വേണ്ടത് കുറച്ച് ഒലിവ് ഓയിൽ. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് എല്ലായിടത്തേക്കും പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉപ്പ് ചില ഭാഗങ്ങളിൽ മാത്രമാവും, ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ ആ മുളക് പൊടിയും എല്ലാം കൂടെ എല്ലായിടത്തും ആയിക്കോളും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വെജിറ്റബിൾസിനെ ടേസ്റ്റി ആക്കുന്നത് ഈ ഒരു ട്രിക്കാണ്. നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഒരു ട്രേ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് ചിക്കൻ നിരത്തി വയ്ക്കും. അപ്പോൾ എന്താ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ ചിക്കനിൽ നിന്ന് കുറേ വെള്ളം വരും. ഈ ചിക്കൻ വേവുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിപ്പോൾ നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് വയ്ക്കുന്നതെങ്കിലും ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ നിന്ന് കുറേ വെള്ളം വരും. ആ വെള്ളം ഇതിലിപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഈ വെജിറ്റബിൾസിലോട്ട് വീണിട്ട് ഈ വെജിറ്റബിൾസ് നല്ല ടേസ്റ്റി ഉണ്ടാകും. സോ ഇപ്പോൾ വെജിറ്റബിൾസ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ വെജിറ്റബിൾസ് വരുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഈ ചിക്കൻ എല്ലാം ഇതിലോട്ട് നിരത്തി വയ്ക്കുകയാണേ. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജ്. മേളിൽ ചിക്കൻ, താഴെ വെജിറ്റബിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞോണം ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വീണിട്ട് ഈ വെജിറ്റബിൾസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങളിതൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ വേവത്തുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 to 40 മിനിറ്റ്സ് വയ്ക്കും. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുക്കും. ഇനി നമ്മുടെ എഗ് മഫിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തേക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക. ഈ വെജിറ്റബിൾസ് ഈ മഫിൻ ട്രേയുടെ ആദ്യം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഇനി നമ്മുടെ ഓവനിലോട്ട് പോകാനുള്ള ഉച്ചത്തേക്കുള്ള ചിക്കൻ, വെജിറ്റബിൾസ്, രാവിലത്തേക്കുള്ള എഗ് മഫിൻ, പിന്നെ ഉച്ചത്തേക്ക് കഴിക്കാനുള്ള കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ എല്ലാം റെഡി ആയിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾ ഫോർക്ക് വെച്ചൊന്ന് പിക്ക് ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. ഇനി നമുക്കിതെല്ലാം കൂടെ ഓവനിലേക്ക് വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ ഓവനിലേക്ക് നോക്കുവാണെങ്കിൽ മേളിൽ ഞാൻ ചിക്കനും വെജിറ്റബിൾസും വെച്ചിട്ടുണ്ട്, താഴെ സ്വീറ്റ് പൊട്ടറ്റോയും ഉണ്ട്, എഗ് മഫിനും ഉണ്ട്. ഇതിൽ ആദ്യം വേവുന്നത് എഗ് മഫിനാണ്. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എഗ് മഫിൻ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അതിന് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഈ എഗ് മഫിൻ നന്നായിട്ട് വെന്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പാകത്തിന് വരും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റുന്നത് ചിക്കൻ ആയിരിക്കും. അതൊരു 30 to 40 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും വെന്തോ ഇല്ലേ എന്നുള്ളത്. അപ്പം ചിക്കൻ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ചിക്കൻ ഇടയ്ക്ക് വെച്ച് മറിച്ചെടുക്കാൻ മറക്കരുത്. പിന്നെ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടല്ലോ, ഇതിൽ നിങ്ങൾ ആ സ്വീറ്റ് പൊട്ടറ്റോ ശ്രദ്ധിച്ചിരുന്നെന്നുണ്ടെങ്കിൽ അതിൽ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഭയങ്കര തടിയനായിരുന്നു. അതുകൊണ്ട് അത് കുക്ക് ചെയ്യാൻ ഇച്ചിരി സമയമെടുക്കും. അതൊരു 1 hour എടുക്കാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ വെന്തോന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ച് കുത്തി വയ്ക്കുക. നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോയും വെന്തോ. ഇനി ഇതെല്ലാം കൂടെ ഈ ഓവനിലും ഇരിക്കട്ടെ. അപ്പോൾ ഒരു 1 hour കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ രാത്രിയിലോട്ടുള്ള ഡിന്നറിന് വേണ്ട വെജിറ്റബിൾസ് ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ബീട്രൂട്ടാണ്. ഇതെല്ലാം കൂടി അങ്ങ് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവേ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളിയുടെയും മുളക് പൊടിയുടെയും പേസ്റ്റ്. നിങ്ങൾക്ക് ഇതിലോട്ട് എത്ര വേണമെങ്കിലും വെളുത്തുള്ളി ചേർക്കാം. എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിരുമ്മിയിട്ട് നമ്മളിത് അടുപ്പത്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ, നിങ്ങൾക്ക് ഇപ്പോൾ ഒലിവ് ഓയിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. ഇത് ഭയങ്കര ടേസ്റ്റ് ഒന്നുള്ള ഇതൊന്നും അല്ലേ. പിന്നെ അറിയാലോ, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ അകത്തേക്ക് പോകും. ഇതിനിയൊന്ന് ഒരു മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചേക്കുന്നതാണ്. നേരത്തെ പറഞ്ഞോണം തന്നെ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് അത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പക്ഷെ നിങ്ങൾ പാത്രത്തിൽ നിന്ന് അപ്പം എടുത്ത് സെർവ് ചെയ്യേണ്ട. അത് അവിടെ ഒരു 2-3 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അപ്പോൾ ആ ആവി കൊണ്ട് അത് ഇച്ചിരി കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം
ഇതിപ്പോൾ നമ്മുടെ മീൽ പ്രിപ്പിന് വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വെജീസ് നമ്മൾ വെച്ചതാണ്. നമ്മൾ ആദ്യം വെച്ചത് ഈ ചിക്കൻ ഈ വെജിറ്റബിൾസിൻ്റെ മേളിലായിട്ടാണ് വെച്ചത്. ഇതിൽ വെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കി ഇത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ചിക്കനിൽ നിന്നുള്ള ആ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് നന്നായിട്ട് വെന്തു. പിന്നെ വേറൊരു കാര്യം, ഈ വെജിറ്റബിൾസ് ഒരു 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വേവും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഈ വെജിറ്റബിൾസ് പിന്നെ എടുത്തിട്ട് പിന്നെ ഈ ചിക്കൻ മാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ വെജിറ്റബിൾസ് അങ്ങ് ഭയങ്കര ഓവറായിട്ട് കുക്കാവും. ചിക്കൻ ഒരു 40 മിനിറ്റ് ഒക്കെ എടുത്തു. ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.25 മണിക്കൂർ എടുത്തു. അത് 1.25 മണിക്കൂർ എടുത്തത് ഇത് ഭയങ്കര വലിപ്പമുള്ളതാണല്ലോ, അതുകൊണ്ടാണ്. ഇത് രണ്ടും ഏകദേശം സെയിം വലിപ്പമാണെങ്കിൽ ഒരു മണിക്കൂറിൽ തന്നെ കഴിഞ്ഞാൽ. പിന്നെ ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഫിൻ നമ്മൾ ഇതിനു മുന്നേ കാണിച്ചോണം തന്നെ അതെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഞാനത് സ്പൂൺ വെച്ച് കുത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ബീട്രൂട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കണമെന്ന്. ഇതിപ്പോൾ ബീട്രൂട്ടും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഒരു സൈഡിൽ വയ്ക്കുക, അതിൻ്റെ സൈഡിൽ വെജീസ് വയ്ക്കുക, അത് കുക്ക് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾ മഫിൻ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഞാൻ അന്നാൾ പറഞ്ഞോണം, ഒന്നുകിൽ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഡെയിലി ഇതുപോലെ എഗ് ഓംലെറ്റ് ഉണ്ടാക്കാം. അത് ഇച്ചിരി പാടുന്നല്ല, ടൈം അത്രയും അങ്ങോട്ട് സേവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ സ്വീറ്റ് പൊട്ടറ്റോ മധുരം കിഴങ്ങ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഡ്ഡലി പാത്രത്തിലൊക്കെ വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇത് പിന്നെ നമ്മൾ ഓൾറെഡി സ്റ്റൗ ടോപ്പിലാണല്ലോ വെച്ചത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ബേക്ക് ചെയ്യണമെന്ന് തന്നെ ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റൗ ടോപ്പിലാണ് കുക്ക് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിൽ എൻ്റെ ഒരു 1 ഡേ ഫുഡ് പ്ലാൻ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ രാവിലെയാണ് വർക്കൗട്ട് ചെയ്യാറ്. അപ്പം ഞാൻ വർക്കൗട്ടിന് മുന്നേ പ്രീ വർക്കൗട്ട് മീലായിട്ടൊന്നും കഴിക്കാറില്ല. കാരണം ഞാൻ ഒരു 5:15 ആകുമ്പോഴത്തേക്കും എണീറ്റ് പിന്നെ അപ്പം തന്നെ ജിമ്മിൽ പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വയറ് കുളത്തി പിടിക്കും. അപ്പം ഞാൻ അതുകൊണ്ട് എണീക്കുമ്പോൾ തന്നെ ഈ ഒരു ഗ്ലാസ് ഉണ്ട്. ഇത് നല്ല വലിയ ഗ്ലാസ്സാണ്. ഈ വലിയ ഗ്ലാസ് നിറയെ ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഹാഫ് ലെമൺ പിഴിഞ്ഞു കുടിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ ആപ്പിൾ സിഡർ വിനീഗറും ഹണിയും കുറച്ച് സിനമൺ പൗഡറും ചേർക്കും. പക്ഷെ അത് എല്ലാ ദിവസമൊന്നും ഇല്ല, എൻ്റെ മൂഡ് അനുസരിച്ച്. പക്ഷേ ലെമൺ ചേർത്തുള്ള ചെറു ചൂടുവെള്ളം ഞാൻ എല്ലാ ദിവസവും കുടിക്കും. അത് ഈ കപ്പിലുമാണ് കുടിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, കുറേ വെള്ളം എണീക്കുമ്പോൾ തന്നെ രാവിലെ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ വേ പ്രോട്ടീൻ്റെ ഒരു മിക്സ് ഞാൻ ഒരു ചെറിയതേ ഇതിലാക്കിയിട്ടാണ് ഞാൻ പോവാറ്. ഈ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് പോവാറ് ഈ വേ പ്രോട്ടീൻ്റെ ഒരു സ്കൂപ്പ്. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് കഴിയുമ്പോൾ തന്നെ അതിലിത്തിരി വെള്ളം നിറച്ച് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് അത് അപ്പം തന്നെ കുടിക്കും. ഇത് ഫ്ലേവർ ഒന്നും ഇല്ലാത്ത വേ പ്രോട്ടീനാണ്. കണ്ടോ, നാച്ചുറൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് മധുരവും ഇല്ല, ഫ്ലേവറും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. പ്രോട്ടീൻ എന്താ ഭയങ്കര കൂടുതലെന്നല്ല, സാധാരണ ഒരു സ്കൂപ്പിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്. ഇതിൽ ഒരു 27 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. സാധാരണ വേ പ്രോട്ടീനിലൊക്കെ 24 ഗ്രാമാണ്. പിന്നെ ഷുഗർ 0.3 ഗ്രാമാണ്. ഈ ഫ്ലേവേർഡ് വേ പ്രോട്ടീൻ പൗഡറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 ഗ്രാമൊക്കെ ഷുഗർ കാണാറുണ്ട്. എന്നിട്ട് അപ്പം ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് തന്നെ കഴിക്കും. പിന്നെ നേരെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഈ എഗ് മഫിനിൽ നിന്ന് ഒരു 2 മഫിനും പാക്ക് ചെയ്യും, ഒരു മൾട്ടിഗ്രെയിൻ ബ്രെഡും എടുക്കും. അതൊരു 9:30 ആകുമ്പോഴത്തേക്കും അത് രണ്ടും കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാനൊരു ബ്ലാക്ക് കോഫിയും കുടിക്കുക വിത്തൗട്ട് ഷുഗർ, ഒരു കട്ടൻ കാപ്പി. ചില ദിവസങ്ങളിൽ ഞാനത് സോയ് മിൽക്ക് ചേർത്തിട്ടുള്ള കോഫി കുടിക്കും. അത് എൻ്റെ മൂഡ് അനുസരിച്ച്. പക്ഷെ കോഫി എന്തായാലും കുടിക്കും. ഈ കട്ടൻ എന്തെങ്കിലും ഒരു 9:30 ആകുമ്പോഴത്തേക്കും കഴിക്കും. 9:30 അത് കഴിച്ചതിന് ശേഷം എൻ്റെ ലഞ്ച് ഈ ചിക്കനിൽ നിന്ന് ഒരു 1.5 കഷ്ണം, ഇതിൽ നിന്ന് കുറേ വെജീസും പിന്നെ ഈ സ്വീറ്റ് പൊട്ടറ്റോ മുറിച്ചിട്ട് ഇതിൽ നിന്നും ഒരു എന്താ പറയുക ഇത്രയും വലുപ്പമൊക്കെ ഉള്ള ഒരു 1/4 ഭാഗമൊക്കെ വരാൻ പാകത്തിനുള്ളൊരു അതായിരിക്കും ഞാൻ ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോഴത്തേക്കും കഴിക്കുന്നത്. പിന്നെ ഒരു വൈകിട്ട് 3:30 ആകുമ്പോഴത്തേക്കും എനിക്ക് വീണ്ടും വിശക്കും. അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി കുറേ ക്യാരറ്റും ഒരു 5-6 ആൽമണ്ട് എപ്പോഴും പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അത് ഒരു വൈകിട്ട് ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓഫീസിലിരുന്ന് തന്നെ കഴിക്കും. ഇനി ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ബീട്രൂട്ട് ആവശ്യത്തിന് എടുക്കും. ഇതിൽ നിന്ന് ചിക്കൻ എടുക്കും. ഇതിൽ നിന്ന് ഒരു 1.5 പീസ് ചിക്കൻ എടുക്കും. പിന്നെ രാത്രി കിടക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ വെള്ളമൊക്കെ കുടിക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി കിടക്കും. ഇതായിരിക്കും എൻ്റെ ഫാറ്റ് ലോസിന് വേണ്ടി ഞാൻ ഒരു ഡെയിലി കഴിക്കാൻ പോകുന്നത്. ഫാറ്റ് ലോസ് അതായത് പിന്നെ ലീൻ മസിൽ മാസ് ബിൽഡ് ചെയ്യാനോ, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രോട്ടീനൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗെയിൻ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആണുങ്ങൾ നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കഴിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇത് ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിൽ എന്താ പറയുക കുക്കിംഗ് ഇച്ചിരി ഈസി ആക്കാനുള്ള ഒരു ഐഡിയ തന്നതാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.